കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ പ്രതിഷേധവും അതേ തുടർന്ന് മന്ത്രിക്ക് പരിക്കേറ്റതും അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളുമാണല്ലോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളെ ഭരിക്കുന്ന ചർച്ചാ വിഷയം. അക്കൂട്ടത്തിലേക്ക് ഇപ്പോൾ പുതിയൊരു വിവാദം കടന്നു വന്നിരിക്കുന്നത് ഒരു സെൽഫിയുടെ രൂപത്തിലാണ്. ഒപ്പം തന്നെ ഷാഫി പുറത്തുവിട്ട ഒരു ചാറ്റുമുണ്ട്. ഈ വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് യഥാർത്ഥത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എങ്കിൽ ആ പരിക്ക് എത്രയും പെട്ടെന്ന് ഭേദമായി അവർ ജോലിയിലേക്ക് തിരിച്ചു വരട്ടെ. KSU പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റിട്ടില്ല എന്നാണ് ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അബദ്ധവശാൽ ഒരു ഉളുക്കിൽ പരിക്കേറ്റതാകാം മന്ത്രിക്ക് എന്നാണ് എൻ്റെയും പലരോട് ചോദിച്ചപ്പോൾ അവരുടെയും വിലയിരുത്തൽ. അഭിനയമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടി. ഇനി വീഡിയോയിലേക്ക് വരാം. കഴുത്തിന് പരിക്കേറ്റ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് പുലർച്ചെയാണ് ആശുപത്രി വിട്ടത്. ഇതിനു മുൻപായി ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ മന്ത്രിക്കൊപ്പം ചിരിച്ചുല്ലസിച്ച് സെൽഫി എടുത്തതാണ് ഇപ്പോൾ മറ്റൊരു വിവാദത്തിന് കാരണമായത്. മന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും ചിരിച്ചുകൊണ്ടുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് വൻ വിവാദമായി. ഇതോടെ മന്ത്രിയുടെ ഓഫീസ് ആശുപത്രി അധികൃതരോട് വിശദീകരണം തേടുകയും ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. സ്വാഭാവികമായും സെൽഫി എടുത്ത ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി വന്നേക്കും. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞത്. അതീവ ശ്രദ്ധ വേണ്ട തീവ്രപരിചരണ വിഭാഗത്തെ സെൽഫി പോയിന്റ് ആക്കിയതാണ് മന്ത്രിയെയും ആരോഗ്യ പ്രവർത്തകരെയും പൊല്ലാപ്പിലാക്കിയത്. വ്യാഴാഴ്ചയാണ് ചില ആരോഗ്യ പ്രവർത്തകർ തീവ്രപരിചരണ വിഭാഗത്തിലെത്തി മന്ത്രിക്കൊപ്പം സെൽഫി എടുത്തത്. ചിരിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത മന്ത്രിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി. ഇതോടെ വിവാദവുമായി. ഗുരുതര പരിക്കുണ്ട് എന്ന് പറയുന്ന മന്ത്രിയാണോ ചിരിച്ച് സെൽഫി എടുക്കുന്നത് എന്ന തരത്തിൽ കോൺഗ്രസ് ലീഗ് അനുകൂല ഹാൻഡിലുകൾ ചിത്രത്തെ വിമർശന വിധേയമാക്കി. ഇതോടെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെടേണ്ടി വന്നത്. മാത്രമല്ല, മന്ത്രിക്ക് പരിക്കില്ല എന്നും കംപ്ലീറ്റ് അഭിനയമാണ് എന്നുമുള്ള കോൺഗ്രസ് പ്രചാരണത്തിന് ശക്തി പകരാനും ഈ ചിത്രം ഉപകരിച്ചു. ഇതേ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. മന്ത്രിക്കെതിരായ നരേറ്റീവ് സൃഷ്ടിക്കാൻ കാരണമായതിന് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇനി ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രിയുടെ ഓഫീസ് തയ്യാറാകുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ നടപടിയെടുത്താൽ അതും മന്ത്രിക്ക് തന്നെ തലവേദനയാകാനും സാധ്യതയുണ്ട്. ഇതിനിടയിൽ മന്ത്രിയെ പരിചരിച്ച നഴ്സ് PC സ്മിത ഫേസ്ബുക്കിൽ ഒരു ന്യായീകരണ കുറിപ്പിട്ടിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ഇത്ര ക്രൂരത അരുതെന്നും ദയവായി അല്പം ദയ കാണിക്കണമെന്നുമാണ് നഴ്സ് സ്മിത പറയുന്നത്. കടുത്ത കഴുത്തുവേദനയും ഉയർന്ന രക്തസമ്മർദ്ദവും ഉണ്ടായിരുന്നു. രാത്രി മിനിസ്റ്റർ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉറങ്ങിയത് 2 മണിക്കൂർ. കടുത്ത ശാരീരിക വേദനയ്ക്കൊപ്പം മിനിസ്റ്റർ മാനസികമായി ഏറെ വിഷമം അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രാവിലെയും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിച്ച് ഒരു ഇഡലി കഴിപ്പിച്ചു. ആഹാരം കൊടുത്തതിന് ശേഷം കിടത്തുന്നതിന് മുൻപ് ഞങ്ങൾ ICUയിലെ സിസ്റ്റേഴ്സ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മിനിസ്റ്ററോട് ചോദിച്ചു. മിനിസ്റ്റർ ആകട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് കുറിപ്പിൽ സ്മിത എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ഇക്കാര്യം സത്യമായിരിക്കാം. പക്ഷേ മന്ത്രി ഒരു മുൻ മാധ്യമ പ്രവർത്തക കൂടിയല്ലേ? ഇത്രയും വിവാദങ്ങൾക്കിടെ ചിരിച്ചുകൊണ്ടുള്ള ഒരു സെൽഫി സോഷ്യൽ മീഡിയയിൽ വൈറലായാലുള്ള അവസ്ഥ എന്താണ് എന്നുകൂടി മന്ത്രി ആലോചിക്കേണ്ടിയിരുന്നില്ലേ? വേദന സഹിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സെൽഫിക്ക് നിന്നു കൊടുക്കുമോ? മന്ത്രിയുടെ ഭാഗത്തും തെറ്റില്ലേ? എന്തായാലും പുലർച്ചെ 4 മണിയോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട മന്ത്രി റോഡ് മാർഗം സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ തന്നെ തലസ്ഥാനത്തേക്ക് തിരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇനി മന്ത്രിയുടെ തുടർ ചികിത്സ. ആശുപത്രിയിൽ നിന്നുള്ള മന്ത്രിയുടെ ഡിസ്ചാർജും കോൺഗ്രസ് സൈബർ ഇടത്തിൽ പരിഹസിക്കപ്പെടുന്നുണ്ട്. ICUവിൽ ചികിത്സയിലായിരുന്ന രോഗിയെ നിരീക്ഷണം പോലുമില്ലാതെ ഡിസ്ചാർജ് ചെയ്യുന്നതും ആംബുലൻസിൽ അല്ലാതെ ആശുപത്രിയിൽ നിന്ന് പോകുന്നതും ആദ്യമായിട്ടായിരിക്കുമെന്നാണ് സൈബർ ഇടത്തെ വിമർശനം. ആരുമറിയാതെ പുലർച്ചെ 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്തത് പ്രതിഷേധം ഭയന്നാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മന്ത്രിക്ക് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. മന്ത്രിക്ക് കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായി വലത് കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയാണ് ഉള്ളത്. ഈ വേദനയ്ക്ക് നൽകി വരുന്ന ചികിത്സയുടെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ശസ്ത്രക്രിയ വേണ്ട എന്ന ബോർഡിന്റെ വിലയിരുത്തൽ. മന്ത്രിയെ MRI സ്കാനിങ്ങിനും വിധേയാക്കിയിരുന്നു. MRI റിപ്പോർട്ട് പ്രകാരം കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 നാഡീമൂലാഗ്രികളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ്
കടുത്ത വേദന അനുഭവപ്പെടുന്നത് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മർദ്ദനം, പിടിച്ചുതള്ളൽ, കഴുത്ത് പെട്ടെന്ന് തിരിക്കൽ തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമായിട്ടുണ്ടാകാമെന്നും ഡോക്ടർമാർ പറയുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്തേണ്ടത് പോലീസ് അന്വേഷണത്തിലാണ്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു തെളിവും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. മന്ത്രിക്ക് പരിക്കെങ്ങനെ ഉണ്ടായി എന്നാണ് ഇപ്പോഴും സൈബറിടത്തിലെ ചോദ്യം. KSUവിന്റെ പ്രതിഷേധത്തിലാണ് മന്ത്രിക്ക് പരിക്കേറ്റത് എന്ന് CPM-ഉം കള്ളപ്രചാരണവും കപട നാടകവുമാണ് എന്ന് കോൺഗ്രസും വാദിക്കുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചിത്രം സൈബറിടത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മന്ത്രിക്ക് പരിക്കേറ്റത് കൂടെയുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൈ കൊണ്ടിട്ടാണ് എന്ന തരത്തിലായിരുന്നു പ്രചാരണം. വനിതാ പോലീസിന്റെ കൈ മന്ത്രിയുടെ കഴുത്തിൽ തട്ടുന്ന തരത്തിൽ ഒരു ചിത്രവും പ്രചരിപ്പിച്ചു. എന്നാൽ ഇത് AI നിർമ്മിത ചിത്രമാണ് എന്ന് വിശദമായ പരിശോധനയിൽ വ്യക്തമായി. സൂക്ഷ്മ പരിശോധനയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രമാണ് എന്ന് ആർക്കും വ്യക്തമാകും. അത്തരത്തിൽ ഒട്ടേറെ അപാകതകളും ചിത്രത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ചിത്രത്തിലെ മന്ത്രിയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കൈകളുടെ സ്ഥാനമാണ്. മന്ത്രിയുടെ ഇടത് കൈയും പോലീസ് ഉദ്യോഗസ്ഥയുടെ വലത് കൈയും സ്വാഭാവികമല്ലാത്ത രീതിയിൽ പരസ്പരം ഒട്ടിച്ചേർന്നാണ് ഇരിക്കുന്നത്. മാത്രമല്ല, അവർ ധരിച്ചിരിക്കുന്ന പോലീസ് യൂണിഫോമിലെ ഷോൾഡർ ബാഡ്ജിലും പിഴവുണ്ട്. സാധാരണ കേരളത്തിലെ പോലീസുകാരുടെ യൂണിഫോമിൽ ഷോൾഡർ ബാഡ്ജിൽ കേരള പോലീസ് എന്നതിൻ്റെ KP എന്നോ കേരള പോലീസ് സർവീസ് എന്നതിനെ KPS എന്നോ രേഖപ്പെടുത്താറുള്ളത്. എന്നാൽ ഈ ചിത്രത്തിലുള്ളത് AS എന്നാണ്. കൂടാതെ യൂണിഫോമിന്റെ ഇടത് കൈയിൽ കാണുന്ന കേരള പോലീസ് എന്ന ബാഡ്ജിൽ പോലീസ് എന്നതിന് പകരം അർത്ഥമില്ലാത്ത മറ്റെന്തോ വാക്കാണ് കാണുന്നത്. ഇതിനെല്ലാം പുറമെ ചിത്രം പ്രചരിപ്പിച്ചവർ ജെമിനി AI വാട്ടർമാർക്ക് മായ്ച്ചു കളയാനും മറന്നു. അതുകൊണ്ട് ചിത്രം ഫേക്കാണെന്ന് പെട്ടെന്ന് ബോധ്യമായി. AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ ചിത്രങ്ങളിലും അവ AI വഴി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ ഡിജിറ്റൽ വാട്ടർമാർക്ക് ഉണ്ടാകും. മന്ത്രിക്ക് നേരെ കയ്യേറ്റം നടന്നുവെന്ന പരാതിയിൽ അന്വേഷണം എന്തായാലും പുരോഗമിക്കുകയാണ്. മന്ത്രിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിക്ക് പരിക്കേറ്റത് ആയുധമോ മറ്റെന്തെങ്കിലും കൊണ്ടുണ്ടായ പരിക്കാണോ എന്നാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. പരാതി നൽകിയ മന്ത്രിയുടെ ഗൺമാൻ അഭിലാഷിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിക്ക് പരിക്കേൽക്കുന്ന തരത്തിൽ കയ്യേറ്റം നടന്നുവെന്ന് തെളിയിക്കാനുള്ള ദൃശ്യങ്ങൾ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനായി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. 55 CCTV ക്യാമറകളാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഇതിലൊന്നും മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. മന്ത്രിക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ഉന്നതതല സംഘത്തെ നിയോഗിച്ച് കൂടുതൽ ഊർജിതമായ അന്വേഷണം നടത്താൻ റെയിൽവേ IG-യുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക സംഘം തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിയെ വധിക്കാനാണ് KSU പ്രവർത്തകർ ശ്രമിച്ചത് എന്ന് CPM ആവർത്തിച്ച് ആരോപിക്കുമ്പോഴും ഇതിനായി യാതൊരു തെളിവും പുറത്തുവിടാൻ CPM-നും സാധിച്ചിട്ടില്ല. KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചുവെന്ന വാദം തെറ്റാണ് എന്നും അവർ മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്ന് വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഇതിനോട് പ്രതികരിച്ചത്. മന്ത്രിയുടേത് കപട നാടകമാണ് എന്നും KSUവും ആരോപിക്കുന്നു. മന്ത്രിക്ക് മുൻപും കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് KPCC അംഗം റിജിൽ മാക്കുറ്റി സമൂഹ മാധ്യമത്തിൽ മന്ത്രിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത്. ഇതേ വാദം തന്നെയാണ് കോൺഗ്രസിലെ പലരും ഉന്നയിക്കുന്നതും. പണ്ട് സംഭവിച്ച പരിക്കിന്റെ വേദന ഇളകിയതോ ഉളുക്കിയതോ ആകാമെന്നാണ് കോൺഗ്രസിൽ ചിലരുടെ വാദം. മർദ്ദന ദൃശ്യം പുറത്തുവിടാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വെല്ലുവിളിക്കുകയും ചെയ്തു. വീണ ജോർജിനെ ആക്രമിക്കുന്ന വീഡിയോ നൽകുന്നവർക്ക് സമ്മാന ഓഫറുകളുമുണ്ട്. ഈ സമയത്തും മന്ത്രിയെ ആക്രമിച്ചതിന്റെ പേരിൽ SFI പ്രവർത്തകർ DCC ഓഫീസ് ആക്രമിക്കുകയും കണ്ണൂർ ജില്ലയിൽ ഉടനീളം കോൺഗ്രസ് ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടെ വടകരയിൽ KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീട്ടിലെ ആക്രമണത്തിന് പിന്നിൽ CPM ആണ് എന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കുടി കാണിച്ച ബിദുലിന്റെ വീടിന് നേരെ ഉണ്ടായ ബോംബേറ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ബിദുൽ ബാലന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ഷാഫി പറഞ്ഞു. DYFI പ്രവർത്തകർ ബിദുലിന്റെ വീട് അന്വേഷിച്ച് നടത്തിയതായി സൂചിപ്പിക്കുന്ന വാട്സാപ്പ് ചാറ്റും ഷാഫി വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. ഒരു മന്ത്രി തന്നെ നേരിട്ട് കള്ളപ്രചാരണത്തിന് നേതൃത്വം നൽകുക, മുഖ്യമന്ത്രി ആ തിരക്കഥയിൽ വേഷം അഭിനയിക്കുക, പാർട്ടി സെക്രട്ടറി ആ തിരക്കഥയിലെ കലാപ ആഹ്വാനത്തിന് നേതൃത്വം നൽകുക, മൂക്ക് താഴത്തേക്കായ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ കേരളത്തിൽ അവിടെ ഒരു അക്രമം നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നും ഷാഫി ചോദിക്കുന്നുണ്ട്.